ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കഫക്കെട്ട് ചുമ ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഹോം റെമഡീസ്. കാരണം മഞ്ഞൾ എന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം മഞ്ഞളാണ് ഈ ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ജലദോഷം ചുമയ്ക്കൊക്കെ വളരെ ബെസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹോം റെമഡിയിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് കാര്യം എന്നുള്ളത് നമുക്ക് കിട്ടിയൊരു വരമാണ് മഞ്ഞൾ എന്നുള്ളത്. നമുക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക വീടുകളിലും സ്വന്തം മഞ്ഞൾ കൃഷിയും അതുപോലെ ആ മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി നമ്മൾ തന്നെ മില്ലിൽ പൊടിച്ചെടുക്കുന്ന രീതിയിലുള്ളതാകുമ്പോൾ പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ അത് കഴിക്കാം, അതിന് വളരെ ഗുണമുണ്ട് താനും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കഫക്കെട്ടുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ടും ശ്വാസതടസ്സമുണ്ട്, റണ്ണിങ് നോസ് ഉണ്ട്, അല്ലെങ്കിൽ നെഞ്ചിൽ കഫം കെട്ടി നിൽക്കുന്നത് പോലത്തെ അവസ്ഥയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഇന്ദുപ്പ് എടുക്കുക. ഇതൊരു ഗ്ലാസ് വെള്ളത്തിൽ, ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുക എന്നുള്ളതാണ്. കുറച്ച് ഉപ്പുണ്ടാവും. ആഫ്റ്റർ ഫുഡ് ഇത് കഴിക്കരുത്. ഒന്നെങ്കിൽ ഒരു മണിക്കൂർ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ ഇത് കഴിക്കാൻ പാടുള്ളൂ. കാരണം നല്ല കഫമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മിശ്രിതം നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചെടുത്ത് വന്നത് കഫത്തോടു കൂടി ഛർദി വരാനുള്ള സാധ്യതയുണ്ട്, ഉപ്പുവെള്ളം കൂടെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചപാടെ കഴിച്ചാൽ ആ കഴിച്ച ഭക്ഷണവും കൂടെ പോവും. അപ്പോൾ നമുക്ക് ആ ഒരു ഗുണം കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു മിശ്രിതം ഞാൻ പറഞ്ഞത് നെഞ്ചിൽ കഫം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ വളരെ ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് ചുമ, കഫക്കെട്ട്, പിന്നെ കുട്ടികൾക്ക് ഒക്കെ അല്ലെങ്കിൽ മുതിർന്നവർക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മിശ്രിതം തയ്യാറാക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം, 1/2 ടീസ്പൂൺ തേൻ എടുക്കാം, 1/2 ടീസ്പൂൺ നാരങ്ങ നീരെടുക്കാം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദിവസത്തിൽ 3 പ്രാവശ്യം വളരെ അലിയിച്ചലിച്ചിറക്കുക എന്നുള്ളതാണ് ഈ ഒരു മിശ്രിതം. ഇതും 3-4 പ്രാവശ്യമായിട്ട് കഴിക്കാം. ഇതും കഫക്കെട്ടിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കഫക്കെട്ടിന് നമുക്ക് കഴിക്കാൻ പറ്റിയത് ഇത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിൽ കൂടുതൽ ഒരു ടിപ്സിലും എടുക്കരുത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ കുറവ് കുരുമുളക് പൊടി എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ചുക്ക് പൊടി, അതും 1/4 ടീസ്പൂണിൽ കുറവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് തേനിൽ. അപ്പം നല്ല രീതിയിൽ കട്ടിയായിട്ടുള്ള കഫക്കെട്ടുണ്ട്, നമുക്ക് തലയിൽ അല്ലെങ്കിൽ സൈനസുകളിൽ കഫം കെട്ടി നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ തിപ്പല്ലിയുടെ പൊടി കൂടി ചേർക്കുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ഭയങ്കര തിപ്പല്ലി പൊടിയും കൂടെ എത്തുമ്പോൾ ഇത് കുറച്ചും കൂടെ എരിവുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് തേൻ കൂട്ടിയാൽ മതി. നമുക്കത് കഴിക്കുവാണെങ്കിൽ കഫം പെട്ടെന്ന് ഇളകി മൂക്കിൽ കൂടെയും അതുപോലെ നമുക്ക് തൊണ്ടയിൽ നിന്ന് കാർക്കിച്ചെടുത്ത് തുപ്പാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു മിശ്രിതമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് കഫക്കെട്ട് ഉണ്ട് എങ്കിൽ അടുത്തതായിട്ട് പ്രഷറൊന്നും ഇല്ലാത്ത, ബ്ലഡ് പ്രഷറൊന്നും കൂടുതലില്ലാത്ത ആൾക്കാർക്ക് ഒരു 2 നുള്ളി ഇന്ദുപ്പിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് സാധാരണ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലിക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതും നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ കുട്ടികൾക്കാണ് കഫക്കെട്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ രജന്യാദി ചൂർണം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആയുർവേദത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അത് ഒട്ടുമിക്ക വീടുകളിലും ആൾക്കാർ കുട്ടികളുള്ള വീടുകളിൽ മേടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചൂർണം നമുക്കൊരു കുറച്ച് 4-5 നുള്ളിലെടുത്ത് തേനിൽ മിക്സ് ചെയ്ത് 3 നേരം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുന്ന പാടെ നമുക്ക് തൊണ്ടയിൽ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ, ചെവിക്കകത്ത് ചൊറിയുന്ന പോലെ അവസ്ഥ, കണ്ണ് ചൊറിച്ചിൽ, കണ്ണ് റെഡായിട്ട് വരിക, മൂക്കിൽ കൂടി നമുക്ക് ആ റണ്ണിങ് നോസ്, വെള്ളം വരിക, തുമ്മുക, നിർത്താതെ തുമ്മുക, രാവിലെ കുറേ നേരം ജലദോഷം പോലെ തോന്നുക. ഈ ടൈപ്പ് അലർജി കണ്ടീഷനുള്ള ആൾക്കാർക്ക് നമ്മൾ ചെറുതേനും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. അത് ആ മിക്സോ അല്ലെങ്കിൽ അത് വെള്ളത്തിൽ കലർത്തിയോ കഴിക്കാം. പക്ഷേ 1/4 ടീസ്പൂണിൽ കുറവ് പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് 1/2 ടീസ്പൂൺ ചെറുതേനും എടുത്ത് ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് ഈ പറഞ്ഞ അലർജിക്ക് സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായകരമായ ഒന്ന് തന്നെയാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡ്രൈ കഫ് ഉണ്ടെങ്കിൽ, അതായത് കഫം തീരെ ഇല്ലാതെ ഭയങ്കര സൗണ്ടോട് കൂടി നമ്മൾ കഫ് ചെയ്യുന്നുണ്ട്, ചുമയ്ക്കുന്നുണ്ട് എങ്കിൽ കഴിക്കാൻ പറ്റിയത് ചുക്ക് പൊടി എടുക്കുക, ഒരു 4 നുള്ള്. അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 5 നുള്ളെടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളത്തിലോ തേനിലോ എന്തിലാണെങ്കിലും മിക്സ് ചെയ്തിട്ട് ദിവസത്തിൽ 3 നേരം കഴിക്കുന്നത് ആ ഒരു ഡ്രൈ കഫ് മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വെറ്റ് കഫ് ആണെങ്കിൽ, അത് ഭയങ്കര കഫത്തോട് കൂടിയ കഫത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വായിൽ വരിക ചുമയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കഫം തുപ്പിപ്പോവുക വളരെ കൂടുതലായിട്ട്, അതുപോലെ തന്നെ നമുക്ക് നെഞ്ചത്ത് തന്നെ ഒരു വലിവ് അനുഭവപ്പെടുക കഫത്തിൻ്റെത്, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചുക്കുപൊടിയും തിപ്പല്ലിപ്പൊടിയും മഞ്ഞളും കൂടെ ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. വളരെ കുറഞ്ഞ രീതിയിലെടുത്ത് നമുക്ക് തേനിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. രാത്രിയിലാണ് ചുമ നിങ്ങളെ അലട്ടുന്നതെങ്കിൽ, പകലൊന്നും വലിയ പ്രശ്നമില്ല, കുളിച്ചൊക്കെ കഴിഞ്ഞ് തണുപ്പൊക്കെ തട്ടിയ ശേഷം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനിടയിൽ ഈ ഒരു ചുമ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് നിങ്ങൾക്കുണ്ട്, നൈറ്റ് കഫ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആടലോടകത്തിൻ്റെ നീരാണ്, ആടലോടക ഇല
ഇലയുടെ നീരാണ് എടുക്കേണ്ടത്. 2 ഇല വാട്ടിപ്പിഴിഞ്ഞ നീരെടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അതും ദിവസത്തിൽ 2 ദിനം, രാവിലെയും കിടക്കാൻ നേരത്തും കഴിക്കുന്നത് ഒരു രാത്രിയിൽ കിടന്നു കഴിഞ്ഞിട്ടുള്ള ചുമ അല്ലെങ്കിൽ രാത്രിയിലുള്ള ചുമ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗുണപ്രദമായ ഒരു റെമഡിയാണിത്. അടുത്തതായിട്ട് നമുക്ക് റെയിനി സീസണിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് ഡ്രിങ്ക് ആയിട്ട് കഴിക്കാം. നമുക്ക് പനി, ജലദോഷം, ഫ്ലൂ അല്ലെങ്കിൽ കോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഇമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഒരു ഡ്രിങ്ക് പറയാം. മഞ്ഞൾപ്പൊടി വേണം, തുളസി വേണം, അതിൻ്റെ അകത്ത് തുളസി 4-5 ഇല തുളസി, കുരുമുളക് വേണം, ഇഞ്ചി വേണം, തേൻ വേണം. അപ്പം ഇഞ്ചി ചെറിയ കഷ്ണം എടുക്കാം, നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുക്കാം, തുളസി ഒരു 4 ഇല എടുക്കാം, കുരുമുളക് ഒരു 4 എണ്ണം എടുക്കുക. ഇതെല്ലാം കൂടെ ചതച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ വേണമെങ്കിൽ തിളപ്പിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ആ വെള്ളം കുടിക്കാം. ഹണി ചേർത്ത് വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ സ്വല്പം ഉപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ അത് കുടിക്കാം. അത് വളരെ ഒരു ആൻറ്റിബയോട്ടിക് ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ കഫം പറഞ്ഞു വരാതിരിക്കുന്ന അവസ്ഥ, തൊണ്ടയിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥ, നമ്മൾ വെള്ളം ഇറക്കിയാലും ഒരു കഫം ഇറങ്ങിപ്പോകാത്ത അവസ്ഥ അല്ലെങ്കിൽ തിരിച്ചു കയറാത്ത അവസ്ഥ, തൊണ്ടയിൽ എപ്പോഴും കഫം നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ചെറിയുള്ളിയുടെ നീര് 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളി ഇന്ദുപ്പും കൂടെ ചേർത്ത് കഴിക്കുന്നത് ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് വളരെ ശമനം ഉണ്ടാകുകയും തൊണ്ട ക്ലിയർ ആകാൻ സഹായിക്കുന്നതുമാണ്. അതുപോലെ തൊണ്ടവേദന ഉള്ള ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടി നനച്ച് ഉരുട്ടിയിട്ട് പതിയെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തൊണ്ടവേദന പറയാൻ ഒരു ആൻറ്റിബയോട്ടിക് പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്യുന്ന വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇടാം. പാല് കുടിച്ചത് കൊണ്ട് മഴക്കാലത്തൊക്കെ കഫക്കെട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ പാട മാറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാല് കുടിച്ചാൽ വളരെ ഗുണം ചെയ്യുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു മിൽക്ക് കൊടുക്കുന്നത്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഗുണം ചെയ്യും. മുതിർന്നവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു അബ്സോർഷൻ, ഒരു കുർക്കുമിൻ്റെ അബ്സോർഷൻ വളരെ കൂട്ടുന്നതാണ്. ഇതാണ് മഞ്ഞൾ വെച്ചിട്ട് നമുക്ക് മഴക്കാലത്ത് കഫക്കെട്ടിനും ചുമയ്ക്കും ജലദോഷത്തിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ വിവിധ തരം ഹോം റെമഡീസ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു.